69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ഉറപ്പുള്ള ഒരു കേസിൽ കൃഷ്ണകുമാറും മകളും അവരെ വിളിച്ച് സംസാരിച്ചതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കേസുകൾ അതിങ്ങ് പെട്ടെന്ന് വെളിയിലേക്ക് വരിക. ഏത് വാർത്തയാണ് പുറത്തു വന്നത്? ഈ പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയ വാർത്തയല്ല. ഈ പെൺകുട്ടികളെ കൃഷ്ണകുമാറും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ്. അതിനുശേഷം ഇവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഓഫീസിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. അതും തുറന്നു പറഞ്ഞു. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എവിടെയെങ്ങും ഒരു മോശമായ ഇടപെടലുമില്ല. മാന്യമായി സംസാരിക്കുന്ന ആകപ്പാടെ ഈ വിവരം അറിഞ്ഞ സമയത്ത്, തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഈ കട നടത്തിയ ദിയാ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ചീത്ത വിളിച്ചു. സത്യമല്ല, അതിൽ ആരാണ് കുറ്റം പറയുന്നത്? എന്നിട്ടോ ജാതിയും മതവും പീഡനവും ഒക്കെ ചേർത്ത് വാർത്ത പുറത്തേക്ക് വരുന്ന നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നു. കൃഷ്ണകുമാറും മകളും ഭാര്യയും കൂടി ഇതാ പാവപ്പെട്ട തൊഴിലാളികളെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ കള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ആ കള്ള വാർത്തകൾ എങ്ങനെ വന്നു? പോലീസ് അതിന് അവസരം ഒരുക്കി കൊടുത്തു. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടാണ് ഓർക്കണം ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണകുമാറിനെ പോലെ ഒരാൾക്ക്, അയാളുടെ കുടുംബത്തിന് ഇത് സംഭവിച്ചെങ്കിൽ ഇവിടെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ ഇവിടെ നീതി കിട്ടും? ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത്? കൃഷ്ണകുമാർ ഒരു പരാതി കൊടുത്തു, ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കുക. ഇവർ ഒരു പരാതി കൊടുത്തു, അതേക്കുറിച്ച് അന്വേഷിക്കുക. എന്നിട്ട് രണ്ട് വിവരങ്ങളും ചേർത്ത് നടപടിയെടുക്കുക. അല്ലാതെ കൗണ്ടർ കേസ് കൊടുത്ത് തടി തപ്പാൻ ശ്രമിച്ചപ്പോൾ അത് മാത്രം കൊടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നത് ആ പെൺകുട്ടികൾ വന്ന് അഭിമുഖം കൊടുക്കുകയാണ്, ഇരവാദം ഉന്നയിക്കുകയാണ്, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, വലിയ വായിൽ ആഘോഷിക്കുകയാണ് ചിലരൊക്കെ. ഒരു തരിമ്പും കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് തെറ്റില്ല, ഒരു തരിമ്പും. ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് ആ പെൺകുട്ടികളെയാണ്. അവരാണ് കുറ്റവാളികൾ. എന്നിട്ട് ജാതിക്കാടും മതക്കാടും സ്ത്രീ എന്ന നിലയിൽ ലൈംഗികാപവാദ കാടും ഒക്കെ എടുത്ത് വീശി ഇരവാദം ചമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. അതും ചുമന്നുകൊണ്ട് നടക്കണം നമ്മുടെ മാധ്യമങ്ങൾ. അതിന് ഓശാന പാടുകയാണ് നമ്മുടെ പോലീസ്.